ആക്ടർ ഷൈൻ ടോം ചാക്കോ. ആൾ ചെയ്യുന്ന സിനിമകൾ, അതിലെ ക്യാരക്ടേഴ്സ്, ഇതിനെയൊക്കെ വെച്ചിട്ടുള്ള നല്ല നല്ല ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിലും ആളെക്കുറിച്ചുള്ള ചർച്ചകൾ ഭയങ്കര സജീവമായിട്ട് നടക്കുന്നുണ്ട്. കോൺട്രവേഴ്സീസ് ആണ് ആളുടെ മെയിൻ. ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ഇൻ്റർവ്യൂസൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ഷൈൻ ടോം ചാക്കോ, അതായത് എക്സ് ചോദിച്ചാൽ അടുത്തത് വൈ എന്ന് പറയണം, അല്ലെങ്കിൽ സെഡ് എന്ന് പറയണം. അടുത്തുള്ള എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് എക്സ് എന്ന് ചോദിച്ചാൽ എയിൽ പോയി നിൽക്കുന്ന ഒരു തരം പാറ്റേണിൽ ഇൻ്റർവ്യൂസൊക്കെ കൊടുത്ത് ചില സമയത്ത് ഇയാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ആ കുഴപ്പമില്ലല്ലോ, കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ ഇയാൾ എന്ന് തോന്നും. ചില സമയത്ത് തോന്നും ഇത് എന്തെന്നാ ഇയാൾ പറയുന്നത്. സോ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറൊക്കെ ഈ പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പോർട്രേറ്റ് ചെയ്ത് ഇൻ്റർവ്യൂവിൽ സിനിമയേക്കാൾ നന്നായിട്ട് അഭിനയിക്കുന്ന ഷൈൻ ടോം ചാക്കോയുടെ കോൺട്രവേഴ്സീസ് തീരുന്നില്ല. ഓക്കെ, എന്താണെങ്കിലും ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷൈൻ ടോം ചാക്കോ ഇൻവോൾവ് ആയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ സബ്സ്റ്റൻസ് കേസിനെ ഞാൻ പറയുള്ളൂ, സബ്സ്റ്റൻസിൻ്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണെങ്കിലും ആ കേസ് അടിമുടി പൊളിഞ്ഞ് പാളീസായി പോയത് നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇന്നെന്താ സംഭവിച്ചു വെച്ചെങ്കിൽ, ആ പെർട്ടിക്കുലർ കേസ് ക്ലോസ് ചെയ്ത സമയത്ത് കോടതി ഇതിൻ്റെ ഓർഡർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പത്രമാധ്യമങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ കേസ് എങ്ങനെ ക്ലോസ് ചെയ്യാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെ, തെളിവുകളില്ലാത്തൊരവസ്ഥ വന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ ഒരു ഓർഡർ കറക്റ്റ് കോടതി എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്തത്, അതിൻ്റെ ചാർജ് ഷീറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, കോടതി എങ്ങനെയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്, ഇവരെ കുറ്റവിമുക്തരാക്കാനുള്ള ഒരു തീരുമാനം എങ്ങനെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു എന്നുള്ളതൊക്കെ അക്കമിട്ട് നിരത്തിയിട്ട് ഇന്ന് ഓർഡർ പബ്ലിഷ് ചെയ്തു. ഇത് പത്രമാധ്യമങ്ങളുടെ കയ്യിൽ കിട്ടി. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന അനാസ്ഥ. ഓക്കെ, അപ്പോൾ അതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇയാൾ പോയിട്ട് മനോരമയ്ക്ക് കയറി ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കുറേ ഭാഗങ്ങളും ബാക്കി ഇയാളുടെ ബാക്കി കേസുകളും പരിപാടികളും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഇപ്പോഴുള്ള അപ്ഡേറ്റ്സും. ഓക്കെ, അപ്പോൾ മനോരമ ന്യൂസിൽ ഇയാൾ കൊടുത്ത ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പോർഷനിൽ ഇയാൾ ഈ പറഞ്ഞ പെർട്ടിക്കുലർ കേസിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്വേഷണം പാളി, സബ്സ്റ്റൻസ് വേർതിരിച്ച് പരിശോധിച്ചില്ല. ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പെർട്ടിക്കുലർ അപ്ഡേറ്റ്. കോടതിയുടെ ഭാഗത്തു നിന്നുള്ള കണ്ടെത്തലും പോലീസിനെതിരെയുള്ള വിമർശനവും നമ്മൾ 2 മാസം മുമ്പ് കണ്ടതാണ്. ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിട്ടു. ഓക്കെ, അപ്പോൾ ഈ വെറുതെ വിട്ടതിൻ്റെ റീസൺസ് ആണ് ഇനി ഇപ്പോഴുള്ള ന്യൂസ് അപ്ഡേറ്റിൽ പറയുന്നത്. 2015 ജനുവരിയിലായിരുന്നു നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവരെ കൊച്ചി കടവന്ത്രയിലുള്ളൊരു ഫ്ളാറ്റിൽ നിന്ന് കൊക്കൈൻ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുമായി പോലീസ് അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റിന് ശേഷം ഏതാണ്ട് 10 വർഷത്തോളം എടുത്തു അതിൻ്റെ കോടതി നടപടികൾ പൂർത്തിയാക്കാൻ. 2025 ഫെബ്രുവരിയിലായിരുന്നു ഇതിൻ്റെ വിചാരണ പൂർത്തിയായി കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 1 നടന്ന വിചാരണയ്ക്ക് ശേഷം വന്ന ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ വരുമ്പോഴാണ് ഇതിൽ പോലീസിൻ്റെ വീഴ്ചകൾ എണ്ണമിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ സാങ്കേതികതയുടെ നൂലിട നോക്കിയാണ് എപ്പോഴും ഈ ലഹരി കേസുകളിൽ കോടതി നിലപാടെടുക്കുക. അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ അതിഗുരുതരമായ വീഴ്ചകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കോടതിയുടെ ഒരു നിരീക്ഷണം, ഈ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവർ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നുള്ള പ്രാഥമികമായൊരു പരിശോധന പോലും പോലീസ് നടത്തിയിരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, അവിടെ നിന്ന് കണ്ടെത്തിയ കൊക്കൈൻ്റെ ഒരു ശാസ്ത്രീയ പരിശോധന പോലീസ് നടത്തിയില്ല. മാത്രമല്ല, ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇതിലെ 1-ാം പ്രതിയായിട്ടുള്ള രേഷ്മയെ പരിശോധിച്ചത്. ഈ പരിശോധനയിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടില്ല എന്നുള്ളൊരു മൊഴിയായിരുന്നു ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കോടതിക്ക് മുന്നിൽ നൽകിയത്. അതോടൊപ്പം തന്നെ ഈ ഷൈൻ ടോം ചാക്കോയുടെയും മറ്റും ഫ്ളാറ്റ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ആദ്യം ആരാണ് അകത്തേക്ക് കയറിയത്, അകത്ത് എന്താണ് കണ്ടത് എന്നുള്ള കാര്യത്തിൽ പോലും ഒരു കൃത്യമായ കാര്യം കോടതിക്ക് മുന്നിൽ വിശദീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, നൈറ്റ് പട്രോളിംഗ് പാർട്ടിക്ക് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഫ്ളാറ്റിലെ പരിശോധന എന്ന് പോലീസ് പറഞ്ഞിരുന്നു. പക്ഷേ ഈ നൈറ്റ് പട്രോളിംഗിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിസ്തരിച്ചപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു എന്നുള്ള കാര്യവും കോടതി എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡ്യൂട്ടിയിലില്ലാത്ത ഒരു ഗസറ്റഡ് ഓഫീസറെ വിളിച്ചു വരുത്തിയാണ് അതിലൊരു പ്രധാനപ്പെട്ട സാക്ഷിയായി മറ്റ് പരിശോധനകൾക്കൊക്കെ നിയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യവും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ നിയമപരമായി ഒരിക്കലും ഒരു കോടതിക്ക് മുന്നിൽ നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിലുള്ള ഒരുപാട് ഘടകങ്ങൾ
ഒന്നിച്ച് വന്നു ഈ അന്വേഷണത്തിനിടയിൽ എന്നുള്ളതാണ്. അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിച്ച ഈ കുറ്റപത്രത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചേർത്ത സാക്ഷികളുടെ മൊഴികളിലൊക്കെ ഇതൊന്നും തന്നെ പ്രഥമ ദൃഷ്ട്യാ പോലും ഒരു കോടതിയിലും നിലനിൽക്കാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകളാണ് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കാൻ കാരണം ആയത് എന്നുള്ളതാണ് ഈ വിധി പ്രസ്താവം പൂർണ്ണരൂപത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് തീർച്ചയായും മറുപടി പറയേണ്ടുന്ന ഒരു വിഷയമായി ഇത് മാറുകയുമാണ്. പോലീസ് ഇതിലൊന്നും ഒരു മറുപടിയും പറയാൻ പോകുന്നില്ല. ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ നടൻ ഈ ഒരു പെർട്ടിക്കുലർ കേസ് ഉണ്ടാവുന്നത് വരെ ഒരു മീഡിയം ലെവലിൽ മലയാളത്തിൽ പോകുന്ന യങ് ആക്ടേഴ്സായിട്ട് ഒരുപാട് പേര് വന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള നിലയ്ക്ക് മാത്രമായിരുന്നു. ഈ ഒരു കേസ് വന്നതിന് ശേഷം ഇയാളുടെ ഒരു ഗ്രാഫ് തന്നെ മാറുന്നു. അത് നിങ്ങൾ തന്നെ എടുത്തു വെച്ച് നോക്കുക. ഒരാളുടെ കരിയർ ഗ്രാഫ് തന്നെ ഗ്രോത്താണ് ഇയാൾക്ക്. ഇയാൾ ഇപ്പോൾ വന്നിരിക്കുന്ന സിറ്റുവേഷൻ വന്ന് കേസ് ഉണ്ടായ സമയത്തുണ്ടായിരുന്ന ആ ഒരു ഷൈൻ ടോം ചാക്കോ നിങ്ങളൊന്ന് രണ്ടുപേരുടെയും കരിയർ ഗ്രാഫും അയാളുടെ ഒരു വളർച്ചയും നിങ്ങൾ വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഏകദേശം. ഓക്കെ, പിന്നെ ഇതേപോലത്തെ ഒരു കേസ് ഇപ്പോൾ കേരള പോലീസിന് ഇങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. കേരളത്തിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത ഈ ഒരു സബ്സ്റ്റൻസിൻ്റെ കേസാണിത്. അതുകൊണ്ട് ഇതിൻ്റെ നിയമ നടപടികൾ എങ്ങനെ ചെയ്യണമെന്നോ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ മേ ബി ഇതിൻ്റെ കേസ് പൊളിയുന്നതിലേക്ക് ലീഡ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ലെയിം എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പോലീസിന് കൊടുക്കാം. ബട്ട് അത് കൊടുക്കുമ്പോഴും പോലീസ് എന്ന് പറയുന്നത് നിയമം കംപ്ലീറ്റ്ലി പഠിച്ച് നിയമത്തിനെ കുറിച്ച് അറിവുണ്ടായി നാട്ടുകാർക്കും കൂടി നിയമം ഡെലിവർ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഗ്രൂപ്പ് ഓഫ് ആളുകളായതുകൊണ്ട് അവർക്ക് ഒരിക്കലും ആ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ പറ്റില്ല. ഷൈൻ ടോം ചാക്കോയുടെ ഇന്നലത്തെ ഇൻ്റർവ്യൂവിനകത്ത് ഷൈൻ ടോം ചാക്കോ കുറച്ചധികം കാര്യങ്ങൾ ഈ കേസ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ച സമയത്ത് പറയുന്നുണ്ട്. അത് പറയുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കേൾക്കണം. കോടതി കുറ്റമുക്തനാക്കി, പക്ഷെ മാധ്യമങ്ങൾ കുറ്റമുക്തനാക്കിയില്ല. അതിലും വന്ന വാർത്ത എങ്ങനെയായിരുന്നു അറിയോ? കൊക്കൈൻ കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. ഇവിടെ കോടതിയാണോ തീരുമാനിക്കുന്നത് പ്രതിനെ? ഈ കേസ് കഴിയുമ്പോഴാണല്ലോ ഒരാൾ പ്രതിയാവുന്നത്. അപ്പോൾ കോടതി അതിൻ്റെ എല്ലാ കാര്യങ്ങളും തെളിവും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ ഒരു കേസ് തീരുമാനിക്കുന്നത്. അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് അത് ഞങ്ങളെ നിരപരാധിയാക്കുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത് എങ്ങനെയാണെങ്കിലും എന്നെ ആ കേസിന് പോലും പിടിക്കുന്നത് എനിക്ക് അത്രയും കഴിവില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ എനിക്കതിലിടപെടാൻ പറ്റാത്തത് കൊണ്ടുമാണ്. എനിക്കതിനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ എനിക്കതിനുള്ള സ്വാധീനിക്കാൻ പറ്റാത്ത വെറും സാധാരണക്കാരൻ. സാധാരണക്കാരനായതുകൊണ്ട് കോടതി വിധി സാധാരണക്കാരായതുകൊണ്ട് എനിക്ക് ഇടപെടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് അതാണ് നിസ്സഹായനായി പോയെന്നൊരു വരി പറഞ്ഞു തരാത്ത നിസ്സഹായനായി പോയതുള്ള ചോദ്യം. അതുകൊണ്ടാണ് കോടതി അവിടെ നിരപരാധിയായി വിടുന്നത്. പക്ഷേ അപ്പോഴും മാധ്യമങ്ങൾ പിടിച്ചു കൊടുത്ത ഒരു പ്രതിയെ കോടതി വെറുതെ വിട്ടു എന്നുള്ള രീതിയിലാണ് വാർത്ത. ശ്രദ്ധിക്കണം. അല്ലല്ല, മാധ്യമങ്ങളല്ലല്ലോ പ്രതിയെ പിടിച്ചത്. പ്രതിയെ പിടിച്ചല്ല, പക്ഷെ പ്രതിയെന്ന് പിന്നെ പ്രയോഗിക്കുന്നത് എന്തിനാണ്? കോടതി വെറുതെ നിരപരാധിയായി വിട്ടു. കുറ്റവാളി എന്ന് പറഞ്ഞാൽ ശരിയാണ്. കുറ്റവാളി എന്നല്ല, കുറ്റവാളി എന്ന് മാധ്യമങ്ങൾ പറഞ്ഞാൽ ശരിയാണ്. കുറ്റവാളിയല്ല, പ്രതിയും കുറ്റവാളി രണ്ടാണല്ലോ. ഇല്ല, പ്രതി എന്ന് പറഞ്ഞാൽ അല്ല, നിരപരാധിയാണെന്ന് കോടതി വിട്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എഴുതേണ്ട കാര്യമില്ലല്ലോ. ആ പ്രതികളെ വെറുതെ വിട്ടു എന്നാണ് പറയുന്നത്. കോടതി വെറുതെ പ്രതികളെ എന്ന് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ഷൈൻ ടോം ചാക്കോനോട് ഈ പെർട്ടിക്കുലർ കേസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വെക്കാം. ഇപ്പം പറഞ്ഞ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനൊരു സാധാരണക്കാരനായ ഒരു വ്യക്തി ആയതുകൊണ്ടും ഞാനൊരു നിസ്സഹായനായതുകൊണ്ടും എന്നെ ആ അവസ്ഥയിൽ ഈസി ആയിട്ട് അവർക്ക് പിടിക്കാൻ പറ്റി. ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ കോടതി ഇയാളെ വെറുതെ വിട്ടതാണ്. ഓക്കെ, ഈ വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഇപ്പോൾ കോടതിയുടെയോ അല്ലെങ്കിൽ ബാക്കി നിയമത്തിൻ്റെയോ ഒന്നും ഒരു നൂലാമലകളോ ഈ വ്യക്തിക്കില്ല. ഈ വ്യക്തിക്ക് കൃത്യമായിട്ട് വേണമെങ്കിൽ വന്ന് ഇരുന്നിട്ട് പറയാം, ഞാൻ അങ്ങനെ ഒരു കാര്യം ഉപയോഗിച്ചിട്ടില്ല, ഞങ്ങൾ ആര് വന്ന് അത് ഉപയോഗിച്ചിട്ടില്ല, ഞങ്ങളെ ഫ്രെയിം ചെയ്തതാണ്, ഞങ്ങളെ കേരള പോലീസോ അല്ലെങ്കിൽ എക്സൈസ്, ഡാൻസ് ആഫ്, ഇതിലേതെങ്കിലും ഒരു ടീം ഞങ്ങൾക്കെതിരെ രാത്രി ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി എന്നുള്ള ഒരു സാധനം ഞങ്ങളെ തലയിലേക്ക് ഇട്ട് തന്ന് ഞങ്ങളെ അവരെന്ത് ചെയ്തു, ഫ്രെയിം ചെയ്തു എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പലരും. ഓക്കെ, നിങ്ങളിതൊന്നും പറയുന്നില്ല. നിങ്ങളാകെ പറയുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ നിങ്ങളെ കുറ്റക്കാരനാക്കി, മാധ്യമങ്ങൾ നിങ്ങൾ പ്രതിയാണെന്ന് പറയുന്നു, മാധ്യമങ്ങൾ നിങ്ങൾ കുറ്റാരോപിതനാണെന്ന് പറയുന്നു, മാധ്യമങ്ങൾ നിങ്ങളെ ക്രൂശിക്കുന്നു. ഇത് മാത്രമാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത്. ഷൈൻ ടോം ചാക്കോ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഞാൻ സ്ട്രെസ് ചെയ്യുകയാണ്. ഇതിൽ ഞാൻ പിടിക്കപ്പെട്ട സമയത്ത് ഞാനൊരു സാധാരണക്കാരനായിരുന്നു, അല്ലായിരുന്നെങ്കിൽ ഞാൻ പിടിക്കപ്പെടില്ലായിരുന്നു. അവിടെ എവിടെയും ഞാൻ പിടിക്കപ്പെടുന്ന സമയത്ത് ഞാനൊരു നിരപരാധിയാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നെ അതൊന്നും പറയുന്നില്ല. ഓക്കെ, ഇനി പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കേസ് ഇപ്പോൾ ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. 10 വർഷത്തിനിടയിൽ നിങ്ങളുടെ ഒരു വളർച്ച ഭയങ്കര വലുതാണ്.
ഓക്കെ, നിങ്ങൾ അന്നുണ്ടായിരുന്ന രീതിയിലല്ല ഇപ്പോൾ ഉള്ളത്. സൊസൈറ്റിക്ക് അകത്ത് തന്നെ നല്ല ഹൈ പ്രൊഫൈലായിട്ടുള്ള ആളുകളോടും ഹൈ പ്രൊഫൈൽ പൊസിഷനിലിരിക്കുന്നവരോടൊക്കെ നിങ്ങൾക്ക് വളരെയധികം റിലേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 10 വർഷം നിങ്ങളുന്നൊരു കേസിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഇടാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് ചോദിച്ചുകൂടെ? അന്നുള്ളൊരു ഷൈൻ ടോം ചാക്കോ അല്ലല്ലോ ഇന്നുള്ള ഷൈൻ ടോം ചാക്കോ. നാട്ടുകാർക്ക് അത് വേണമെങ്കിലും സംശയിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഷൈൻ ടോം ചാക്കോനെ ഇതേപോലെ ഒരു ഫുട്ബോള് നമ്മൾ ISL മാച്ച് കാണാൻ പോയ സമയത്ത് അവിടുന്ന് കണ്ട സമയത്ത് ഇങ്ങനെ ഓടി വന്ന് എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. എന്നോട് ഓടി വന്ന് ചോദിക്കുന്നത്, നീ എന്നെ ഒന്ന് വെറുതെ വിടുമോ, നീ എന്തേ എൻ്റെ പിന്നാലെ എൻ്റെ വീഡിയോ, അങ്ങനെ ഒരു സാധനം ഇങ്ങനെ എന്നോട് പറയണ്ടായിരുന്നു. ഞാൻ അന്ന് തന്നെ ഇങ്ങനെ, നമ്മൾ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് പറഞ്ഞു പോകുന്നൊരു വ്യക്തിയാണ്. സോ ഇവിടെ അതുപോലെ തന്നെയല്ലേ എല്ലാ പത്രമാധ്യമങ്ങളും ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ വ്യക്തിയെ റിലേറ്റ് ചെയ്തിട്ട് വേറെ പെർട്ടിക്കുലർ ആയിട്ടൊന്നും കേൾക്കുന്നില്ല. ഈ അടുത്ത് പോലും കോടിക്കണക്കിന് രൂപയുടെ സബ്സ്റ്റൻസ് പിടിച്ച സമയത്ത് നിങ്ങളുടെയും ശ്രീനാഥ് വാസിനി പേരെ പറഞ്ഞു കേട്ടെ. അപ്പം അത് എന്തുകൊണ്ട് മീഡിയാസ് അത് പറയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് പിടിക്കുന്ന പ്രതികളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളുടെ പേരുകൾ എങ്ങനെ അത് പോലീസിലേക്കും അല്ലെങ്കിൽ എക്സൈസിലേക്കും പോകുന്നു? വൈ നോട്ട് അതേഴ്സ്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം. അതോ നിങ്ങളിപ്പോൾ പല വേദികളിലും ഞാൻ പറഞ്ഞതായിട്ട് കണ്ടു, നിങ്ങളെ ടാർഗറ്റ് ചെയ്യാണ് ഭയങ്കര ഈസിയാണ്, ശ്രീനാഥ് ബാസിയിലേക്കും ഷൈൻ ടോം ചാക്കോയിലേക്കും ചാഞ്ഞ് കിടന്ന മറിഞ്ഞാണ്, ഓടിക്കയറാൻ ഭയങ്കര സുഖമാണ്, അതുകൊണ്ട് നമ്മളെ പേരൊക്കെ വരുന്നു എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. വളരെ നല്ല പേരോടുകൂടി കടന്നു പോകുന്ന സമയങ്ങളാണ് ഞങ്ങൾ, പ്രത്യേകിച്ച് സിനിമയിലുള്ളവർ, പ്രത്യേകിച്ച് ഞാനും ബാസിയൊക്കെ സമൂഹത്തിൽ വളരെയധികം നല്ല പേര് നേടി. എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന പേരായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് കൺവിൻസ്ഡ് ആവുമല്ലോ. ഇതുപോലെ പല സ്റ്റേജുകളിലും നിങ്ങളെ തന്നെ എന്തിനു നാട്ടുകാർ ചോദ്യം ചെയ്യുന്നു, നിങ്ങളുടെ മേത്തേക്ക് എന്തിനു ഓടിക്കയറുന്നു പത്രമാധ്യമങ്ങൾ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നിങ്ങളെ ഭാഗത്തുനിന്ന് നിങ്ങളെ പേരിൽ വന്ന ഏറ്റവും വലിയൊരു ആരോപണം, ഏറ്റവും വലിയ കേസ്, അത് കോടതിയിൽ പൊളിഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇൻ്റർവ്യൂ കിട്ടാത്തതാണ്. അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ നേരെ ആ ക്വസ്റ്റ്യൻ തിരിച്ച് ചോദിക്കുന്ന ആളുടെ തലയിലിട്ടിട്ട് നിങ്ങൾ പത്രമാധ്യമങ്ങൾക്കിടയിൽ ഇതൊന്നും നടക്കുന്നില്ലേ, നിങ്ങൾ പത്രമാധ്യമങ്ങൾ എന്തിന് ഇതൊക്കെ ഫോക്കസ്ഡ് ആവുന്നു, നിങ്ങൾ പത്രമാധ്യമങ്ങൾ ഇതൊക്കെ എന്തിന് നമ്മളെ തലയിൽ വെച്ച് തരുന്നു എന്നുള്ള ചോദ്യം തിരിച്ച് അവരോട് ചോദിക്കുക എന്നല്ലാതെ അന്നുണ്ടായ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങളെ ഫ്രെയിം ചെയ്തതാണ്, ആ ഫ്രെയിം ചെയ്തത് ഇപ്പോൾ കോടതി പോയപ്പോൾ പൊളിഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ അത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എന്ന് തോന്നുന്ന ആളുകളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ ഒന്നും നിങ്ങൾ ഒരു രീതിയിലുള്ള ക്ലാരിറ്റിയും പൊതുസമൂഹത്തിന് കൊടുക്കാത്തടത്തോളം കാലം നിങ്ങളെ ഇങ്ങനൊരു കേസിൽ പിടിച്ചതും ആ കേസിൻ്റെ അപ്ഡേറ്റ്സും ആ കേസിൽ വന്ന അന്വേഷണത്തിൻ്റെ പോരായ്മകളും ഒക്കെ നാട്ടുകാരുടെ മുന്നിലെത്തുമ്പോൾ, വേറെ ഏത് കേസ് വരുമ്പോഴും നിങ്ങളെ പേര് വീണ്ടും അതിലേക്ക് വരുമ്പോൾ നാട്ടുകാരാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ചാനലുകളാണ് നിങ്ങളെ സംശയിക്കും. അതിന് പിന്നെ നിങ്ങൾ വന്നിരുന്നിട്ട് അവരൊക്കെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് ദർ ഇസ് നോ യൂസ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി കുറേ പോർഷൻസ് ഉണ്ട് ഷൈൻ ടോം ചാക്കോൻ്റെ, അതും കൂടി ഒന്ന് കാണാം. ചെറിയ കുട്ടി കേൾക്കാൻ തുടങ്ങുകയും കാണാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു കൊച്ച് എന്താണ് കേൾക്കുന്നത്? ഇവിടെ ആകെ പ്രശ്നം നാട്ടിൽ ഒരു അരക്ഷിതാവസ്ഥ അല്ലേ? അല്ല, മനുഷ്യനുള്ളിടത്തോളം കാലമല്ല, മനുഷ്യനുള്ളിടത്തോളം കാലം മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ, പണ്ട് ദൂരദർശനിൽ അരമണിക്കൂർ വാർത്തയുണ്ടായിരുന്നു അല്ലേ? അതല്ലേ ഇപ്പോൾ 24 മണിക്കൂർ ഭയങ്കര ന്യൂസായിട്ട് കാണിക്കുന്നത്. അന്നത്തെ കാലത്ത് പീഡനങ്ങൾ ഉണ്ടായിട്ടില്ലേ? ശരിക്കും പീഡനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏത് കാലത്താണ്? മുതലാളിത്തം അല്ലെങ്കിൽ ജന്മിത്വം അവരുടെ അടിമകളായിരുന്നത്. ഇന്നല്ലല്ലോ. അന്ന് ചാനലുകൾ ഇല്ലായിരുന്നത് കൊണ്ട് ഇതൊന്നും ആളുകളിലേക്ക് എത്തിയിരുന്നില്ല. ഇതൊന്നും അപ്പം ആളുകളിലേക്ക് എത്തണ്ട എന്നാണോ? എത്തണ്ടെന്നല്ല, ഇത് എപ്പോഴും നമ്മൾ അടക്കി സംസാരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് സമൂഹത്തിൽ അല്ലേ? ഇപ്പോൾ സമൂഹത്തിൽ നമ്മൾ അടക്കി സംസാരിക്കേണ്ട വിഷയങ്ങളുണ്ട്. ഇവിടുത്തെ സോഷ്യൽ മീഡിയ ആണെങ്കിലും ന്യൂസ് ചാനലുകളാണെങ്കിലും ഓക്കെ, ചില കാര്യങ്ങൾ ഇവർ ബ്രേക്ക് ചെയ്യുന്നതും ഇവർ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നതും സിനിമയെ പോലുള്ള ഗ്രാഫിക്സ് വെക്കുന്നതും BGM വെക്കുന്നതും വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണ്. തംബ്നെയിൽസ് മിസ്ലീഡിങ് ആയിട്ട് ഇടുന്നതൊക്കെ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആളുകളിലേക്ക് എത്തേണ്ടതേ എത്തിക്കാൻ പാടും. എത്തിക്കേണ്ടാത്തത് എന്താണ് ഈ എത്തിക്കേണ്ടാത്തത്? നാട്ടിൽ ലഹരി പിടിക്കുന്നു, നാട്ടുകാരിലേക്ക് എത്തിയാലേ അവർക്ക് അവയർനെസ് ഉണ്ടാവുള്ളൂ. ഇപ്പം എന്താ സംഭവിച്ചത്? ഒരിടയായിട്ട് ഭയങ്കരമായിട്ട് ഈ ലഹരികൾ പിടിക്കുന്നതും
ലഹരിയുടെ ഒഴുക്കും ഒക്കെ ന്യൂസായ സമയത്ത് എല്ലാവരും ഒന്ന് ഉണർന്നു. എല്ലാ നാട്ടിലും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നാട്ടിൽ നടക്കുന്ന ലഹരി കച്ചവടങ്ങളും അല്ലെങ്കിൽ ലഹരി കൊണ്ട് നടക്കുന്ന ആളുകളെയൊക്കെ വട്ടം വെച്ച് പിടിച്ച് നാട്ടുകാർ എന്ത് ചെയ്യുന്നതാണ് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അതോടുകൂടിയിട്ട് കുറേയൊക്കെ ഒരു മാറ്റം സൊസൈറ്റിയിൽ വന്നിട്ടില്ലേ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ മീഡിയ ചെയ്യുന്നു അല്ലെങ്കിൽ ന്യൂസുകാർ ചെയ്യുന്നു. 24x7 പണ്ടുണ്ടായിരുന്ന അരമണിക്കൂറാണെന്നുണ്ടെങ്കിൽ ഇന്ന് 24x7 24x7 ഓടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യം എന്താ? ഓക്കെ, അവർ ചെയ്യുന്ന പരിപാടികൾ അവർ വളരെ റോങ് ആയിട്ട് ചെയ്യുകയാണ്. ഒരു ചാനലിൽ ഇരുന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വർഗീയത തുപ്പുകയാണ്. ഒരു ചാനൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വൺ സൈഡായിട്ട് ബയാസ്ഡായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വലിയ സീനില്ല. ഓക്കെ, ഇവിടെ ചിലതൊക്കെ ഒരു പരിധി വരെ വർഗീയത ഉണ്ട്, ബയാസ്ഡ് ഉണ്ട്, ഒക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ കാണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ലഹരിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും. അതവർ കാണിക്കുന്നതിൽ ഇപ്പോൾ ഈ വന്നിരുന്നിട്ട് നിങ്ങളെന്തിനത് കാണിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ സിനിമയുടെ ഒന്നും സ്ക്രിപ്റ്റിലൊന്നും ഇത് കാണിക്കാൻ പാടില്ലല്ലോ. ലോകേഷ് കനകരാജ് ഒരിക്കലും സിനിമ ചെയ്യാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സംഗതികൾ. പിന്നെ ഇതിലൊന്നും പത്രമാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ അങ്ങനത്തെ പരിപാടികൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കുട്ടികൾ കാണുമല്ലോ, കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. ആരെയും പറയുന്നത് ഈ അടുത്ത കാലത്ത് ഒരു ഹോട്ടലിൻ്റെ എങ്ങാണ്ട് പ്രൊമോഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൗണ്ട് വയ്ക്കുന്നില്ല, വായെന്ന് മറ്റേ ഡ്രാഗൺ തീ തുപ്പി പുക പോണ പോലെയാണ് പുക വിട്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളാരും കാണൂലേ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ്. ബാക്കിയുള്ളവരെ റെസ്പോൺസിബിലിറ്റി പഠിപ്പിക്കുമ്പോൾ സ്വയം ആ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു ബോധം ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടേ? അത് ഞാൻ എവിടെയും ഇയാളുടെ അടുത്ത് കണ്ടിട്ടില്ല. ജനിച്ച് പ്രസവിച്ചിടുന്ന കൊച്ചു ചോദിക്കുന്ന MDMA എന്നാ. ആരാണിത് ഇത്രയും പ്രചരിപ്പിച്ചത്? ഇവിടെ സിഗരറ്റ് പ്രചരിപ്പിച്ചത്, മദ്യം പ്രചരിപ്പിച്ചത്, എല്ലാവിധ ലൈംഗികതയും അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം എന്ന് തന്നെ പറയാം, അതുണ്ടാക്കിയതും ഞാൻ പറയണ്ടല്ലോ എന്ത് വഴിയാണെന്ന് നേരത്തെ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഒരു സമൂഹത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് സിനിമയല്ല അതിന് ഉത്തരവാദി എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. എന്നല്ല നിങ്ങൾ പറഞ്ഞില്ല എന്നല്ല, സിനിമയാണെന്ന് നിങ്ങൾ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞു. മേഖലയിൽ ഉള്ളതുപോലെ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. അല്ല അങ്ങനെയല്ല, പക്ഷെ വാർത്തകൾ വരുമ്പോൾ സിനിമ കാരണം എന്നാണ് അത് നിങ്ങൾക്ക് തോന്നുന്നു. ഒരു പരിധി വരെ ഷൈൻ ടോം ചാക്കോ പറഞ്ഞ സിനിമ കാരണം എന്നുള്ളതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. പക്ഷെ സിനിമയിലുള്ള പലരും കാരണം അല്ലെങ്കിൽ പലരും ചെയ്യുന്ന കാര്യങ്ങൾ കാരണം എന്ന് വരുമ്പോൾ ആ പലരിലും നിങ്ങളെ പേര് വരുമ്പോൾ അത് എത്രത്തോളം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. അങ്ങനെ ഒരു സംഗതി എയറിൽ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ അതിനൊരു ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ? ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കേസിലിരിക്കുന്ന ഒരാൾ കേസ് ഒട്ടും തീരാത്ത രീതിയിൽ അല്ലെങ്കിൽ കേസിനൊരു ഫർദർ പ്രൊസീഡിങ്സ് ഇല്ലാത്ത രീതിയിലാണ് ഒരാൾ മിണ്ടാതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഓക്കെ എന്ന് വിചാരിക്കാം. കേസും കഴിഞ്ഞ് എല്ലാം തീർന്ന് തെളിവുകളും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ വെറുതെ വിട്ടൊരു സംഭവത്തിൽ നിങ്ങൾ തെറ്റുകാരനല്ല, നിങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല, നിങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണെന്ന് നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞൂടെ? അതോടുകൂടി ആളുകൾക്ക് നിങ്ങളോടുള്ള തെറ്റിദ്ധാരണ മാറില്ലേ? നിങ്ങളെ ഫ്രെയിം ചെയ്തതാണെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ എങ്ങനെയൊക്കെയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പേരുകൾ അടക്കം പറയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ വൈരാഗ്യം വെച്ച് ആരെങ്കിലും ഒറ്റിക്കൊടുത്താന്നോ അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോയൊരു ചതിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാമല്ലോ. അതൊന്നും നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾക്ക് ആ കേസിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യമാണ്. ആ കേസ് എന്താണ് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇവിടെ. എന്നാലും ചോദിക്കണമല്ലോ. കാരണം ഇപ്പോൾ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. കോടതിയിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ നിരപരാധിയായിട്ട് കോടതി വിടുന്ന കാര്യവും വലിയ വാർത്ത പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് അത്ര റീച്ചും കിട്ടിയിട്ടില്ല. അതിൽ ആ വാർത്തയും കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തിട്ടുണ്ടായിരുന്നു പേരിന്. അല്ല, ആ കേസിൽ ഷൈൻ എങ്ങനെയാണ് പെട്ടുപോയത്? എങ്ങനെയാണ്? അങ്ങനെയാണ്. അതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇതിവിടെ കോടതിയുമല്ല. നിങ്ങൾ അതിന് പറ്റിയ ഇതുപോലെ നിസ്സഹായാവസ്ഥ എന്നേ ഞാൻ പറയൂ, നിസ്സഹായാവസ്ഥ എന്ന് ഞാൻ പറയൂ. അല്ലാതെ നിങ്ങൾ കോടതിയുമായി അല്ലെങ്കിൽ നിയമം കൊണ്ട് നടക്കുന്ന ഉണ്ടായി എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് ചോദിക്കാൻ നിങ്ങൾക്ക്, പക്ഷെ അത് പറയേണ്ട കാര്യം എനിക്കില്ല. ഇല്ല, നിങ്ങൾക്ക് അതിനുള്ള ഒരു അവകാശവുമില്ല. ഒരു ചോദ്യം ചോദിക്കാൻ ഒരു അവകാശം ഒരു മീഡിയയ്ക്കോ അല്ലെങ്കിൽ മീഡിയ പേഴ്സണോ ഇല്ല. അത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയണോ വേണ്ടോ എന്നുള്ളത് എൻ്റെ അവകാശമാണ്. ഇത് പറയുന്ന ഷൈൻ ടോം ചാക്കോ ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂവിലൊന്നല്ല, പല ഇൻ്റർവ്യൂസിലായിട്ടും തിരിച്ച് ഈ വരുന്ന ഒരു ചാനലിനെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന റിപ്പോർട്ടറിനോട് അല്ലെങ്കിൽ ഒരു ആങ്കറിനോട് തിരിച്ച് ചോദ്യങ്ങൾ തുരുതുരാ ചോദിക്കാറുണ്ടല്ലോ. ഇതിപ്പോൾ കേസ് കഴിഞ്ഞൊരു കാര്യത്തിൽ പോലും നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ പോലും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ നിസ്സഹായാവസ്ഥ ഉണ്ട്. ഷൈൻ ടോം ചാക്കോ പറയുന്നത് ഞാൻ നിസ്സഹായനാണ്. ഓക്കെ, എനിക്ക് കുറച്ചും കൂടിയും പവർ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് കുറച്ചും കൂടി കണക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് അതിൽ പെടില്ലായിരുന്നു. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ കേസ് തന്നെ വൈറ്റ് വാഷ്, അട്ടർ ഫെയിലിയർ ആ കേസ് അന്വേഷിച്ച ആളുകൾ അടിമുടി അതിനകത്തൊന്നും
ഒരു രീതിയിൽ എവിടെ ഏത് കോടതി കൊണ്ടു ചെന്നാലും പുല്ലുമാതിരി ഇറങ്ങിപ്പോരാൻ പറ്റുന്ന രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ട്. അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്നൊരു ആസ് എ കോമൺ മാൻ എനിക്ക് തോന്നുന്നത്, അന്ന് നിങ്ങളൊപ്പം പിടിച്ച ആളുകളൊന്നും ചെറിയ മീനുകളല്ല. നിങ്ങളെ ബാക്ക് ചെയ്ത വ്യക്തിയും ചെറിയ മീനല്ല. അന്ന് നിങ്ങൾക്ക് പവർ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒപ്പമുള്ളവർക്ക് അവർക്ക് ഊരിപ്പോരുക എന്നുള്ളത് അവരുടെ മെയിൻ ടാർഗറ്റായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്തില്ലെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സംഗതി അവർക്ക് ചെയ്യാം. അവർ ചെയ്ത് കാണും. പിന്നെ പിന്നെ നിങ്ങൾ വളർന്നു, നിങ്ങളെ കണക്ഷൻസ് വളർന്നു, നിങ്ങളുടെ കരിയർ ഗ്രാഫ് മാറി. ആ ഒരു കേസോടുകൂടി നിങ്ങൾ അടപടലം സിനിമയിൽ വേറെ റേഞ്ചിലേക്ക് പോയി. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ യു ആർ മോർ പവർഫുൾ, മച്ച് പവർഫുൾ. നിങ്ങൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിൽ പെട്ടുപോയി എന്നുള്ളത് പറയുക, സൊസൈറ്റിയെ അറിയിക്കുക. നാളെ ഇതേപോലെ നിരപരാധികൾ പെടാൻ ഇവിടെ ചാൻസ് ഉണ്ട് എന്നുള്ളത് അങ്ങനെയുള്ള ആളുകളെ അറിയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന പല കേസുകളും, ഇപ്പം ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പല കേസുകളും ഫ്രെയിംഡ് ആണ്. കേസുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് പല കേസുകളും ഇവിടെ ഫ്രെയിം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഫ്രെയിമിങ് ആണെന്നുള്ളത് പൊതുബോധമെങ്കിലും വരണം. അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ ഇങ്ങനെ ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട്, ആളുകളുടെ ഇടയിൽ നിങ്ങൾ ഇതാക്കണ്ടോ. കാണുന്നതും കേൾക്കുന്ന എല്ലാ കേസുകളും ചിലപ്പോൾ അത് സത്യമാവണമെന്നില്ല, പലതും ഫ്രെയിംഡ് ആയിരിക്കാം എന്നെപ്പോലെ എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ ഒരു മാതൃക കാണിക്കുകയല്ലേ വേണ്ടേ. അതൊരിക്കലും നിങ്ങൾ ചെയ്യുന്നില്ല. ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ദേഷ്യം വരും, നിങ്ങൾ ഇറങ്ങി ഓടും. ഇപ്പം ഈ പറഞ്ഞ എല്ലാ കുറ്റാരോപിതന്മാരും ഈ കുറ്റം ചെയ്തെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നേ പറഞ്ഞില്ല. ഇല്ല. അപ്പം നിങ്ങൾ എന്തിനു പറയുന്നു? പക്ഷേ എന്തിനു പറയുന്നു? നിങ്ങൾ അതെങ്ങനെ എല്ലാ മീഡിയ അതെങ്ങനെ പകർത്തിയിടുന്നു? വാർത്തകൾ വേണ്ട എന്നൊന്നും ഷൈൻ പറയുന്നത് ആ വാർത്തകൾ ആക്ച്വലി ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ടോക്ക് ടു യു ബിക്കോസ് യു ആർ നോട്ട് ലിസണിങ് what I want to say. ഇല്ല, ഞാൻ ലിസൺ ചെയ്യുന്നുണ്ട്. പക്ഷെ മറുത്ത അത് കാരണമല്ല ഞാൻ പറയുന്നത്. ആക്ച്വലി നിങ്ങളതൊന്നും മാറുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നുമില്ല. ഇല്ല, കേൾക്കായിരിക്കും. നോ, കേൾക്കായിരിക്കും. I don't want to talk to you. നാടകമാണോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് നമുക്കറിയാൻ പാടില്ല. കാരണം സിനിമേനേക്കാൾ കൂടുതൽ ഇയാൾ റിയൽ ലൈഫിൽ ഇതേപോലുള്ള ഇൻ്റർവ്യൂസിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് വലിയ പിടുത്തൊന്നുമില്ല. ഇതിപ്പോൾ ഈ ഇറങ്ങിപ്പോക്കൊക്കെ അങ്ങോട്ട് അത്രയും എന്താ പറയുക ജെന്യൂനായിട്ട് പോയതാണോ എന്നുള്ളത് വൈറലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞാനെന്നില്ല ഇപ്പോൾ ഇന്നോട്ട് ഇറങ്ങിപ്പോയത്. ആ സ്കീമും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാം, ആ സംഗതി സ്ക്രിപ്റ്റ് എഴുതി വയ്ക്കാം. വോട്ടെവർ. ഞാൻ ഇന്നേ വരെ ഈ വ്യക്തി ഇപ്പോൾ 2 മാസമായിട്ടാണല്ലോ കോടതി ഇയാളെ കുറ്റവിമുക്തനാക്കിയത്. സ്വന്തം ചാനലിലോ സ്വന്തം സോഷ്യൽ മീഡിയ പേജിലടക്കം അന്നത്തെ കേസ് ഇങ്ങനെയായിരുന്നു, എന്നെ പെടുത്തിയതാണ്, ഞാൻ പെട്ടതാണ് എന്നൊന്നും നിങ്ങൾ പറയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് എന്ന് നിങ്ങൾ പറയുന്നില്ല. ഇല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന ഒരാളാണ്, ഞാനിപ്പോൾ ഇത് നിർത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ക്ലീൻ ചീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പബ്ലിക്കിനെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെയാണ്. ഇപ്പം ഞാനൊന്നും എൻ്റെ പേഴ്സണൽ ലൈഫ് പോയിട്ട് പബ്ലിക്കിനെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നമ്മളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനത്തെ മാരകമായ ലഹരി ഉപയോഗത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ പബ്ലിക്കിനോട് നമ്മൾ പറയേണ്ട റെസ്പോൺസിബിലിറ്റി എന്താ? ഞാൻ നിങ്ങൾ ലഹരിയുടെ ആളല്ല, ഞാനങ്ങനെ ഉപയോഗിക്കാത്ത ഒരാളാണ്, എൻ്റെ പേരിലേക്ക് ഇത് ആരോപിക്കുകയാണ് എന്നുള്ളത് പൊതുജനത്തിന്, പബ്ലിക്ക്, കാരണം പബ്ലിക്കാണ് നമ്മളെ വളർത്തുന്നത്. ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ നടനെ വളർത്തിയിട്ടുള്ള ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾ നിങ്ങളുടെ ഓരോ ക്യാരക്ടറും നിങ്ങളുടെ ഇൻ്റർവ്യൂസും നിങ്ങളെയും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. സോ അവരുടെ മുന്നിൽ നിങ്ങളുടെ ഇമേജിൽ ഒരു ലഹരി ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ല. ഇതാണ് കഴിഞ്ഞ 6 മാസത്തിൻ്റെ റിപ്പോർട്ട്. ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഐ എം എ ക്ലീൻ മാൻ. ഉപയോഗിച്ചിരുന്നോ എന്നുള്ളതൊക്കെ വേറെ കാര്യം, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള വേറെ കാര്യം. നോട്ട് എനി മോർ. ഇനി ഞാൻ ചെയ്യില്ല, ഞാൻ ലഹരിക്കെതിരെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഒരു ആക്സെപ്റ്റൻസ് കിട്ടും. അല്ലാത്തടത്തോളം കാലം ഇവിടെ ഇങ്ങനത്തെ കേസ് വരുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രീനാഥ് വാസ് ഇങ്ങനെ കുറേ പേരുടെ പേര് ഓൾറെഡി ലിസ്റ്റഡ് ആയതുകൊണ്ട് ബാക്കി ആരിലേക്കും ഇവിടെ സിനിമാക്കാരിലേക്ക് ഇതൊന്നും പോവാത്തിടത്തോളം കാലം നിങ്ങളെ ചുറ്റിപ്പറ്റേണ്ട കാര്യങ്ങൾ നിൽക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊരു ക്ലാരിറ്റി കൊടുക്കണം. അതെറ്റ് കൊടുക്കണമില്ല. അതിന് പകരം വന്നിരിക്കുന്ന ഇൻ്റർവ്യൂവറിനോടോ റിപ്പോർട്ടറിനോടോ തിരിച്ച് 10 ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളവിടെ ഇറങ്ങിപ്പോകും. എന്നിട്ട് എവിടുന്നെങ്കിലും ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ പൊത്തോ എന്നെ പറയുകയാണെങ്കിൽ വാസീനെ പറയുകയാണെന്നുള്ള കരച്ചിൽ വേറെ.